എന്തൊരു രോഹിത് സാറല്ല, ഞാനാ. എന്താ? വാതിലൊന്നും തുറന്നേ, ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ. എന്തിനാ? ശ്യാമമോളെ ഒരുക്കാൻ ഞാനും കൂടി സഹായിക്കാം. ഓ, അതിന്റെ ആവശ്യമില്ല. നിനക്ക് താഴെ വേറെ ജോലിയില്ലേ? താഴത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. സത്യാമ്മയാ പറഞ്ഞത് ഇവിടെ ഒന്ന് സഹായിക്കാൻ. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയേ. എന്നാ ഞാൻ ഈ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ട് പൊയ്ക്കോളാം. ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് മുല്ലപ്പൂവൊക്കെ ഉണ്ട്. എന്നാ വേണ്ട, വാതിലൊന്ന് തുറന്നേ, ശ്യാമമോളെ ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ കാണണ്ടെന്ന്. കണ്ടാലെന്താ, ഞാനൊരു പെണ്ണല്ലേ, ഒന്ന് നോക്കട്ടെ. പെണ്ണായാലും ആണായാലും ഇപ്പൊ കാണണ്ട. പങ്കജം, ഞാൻ അമ്മയെ വിളിക്കണോ? ശ്യാമ ഒരുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ്? അയ്യോ വേണ്ട. ആ, എന്നാ പോ. അല്ല, മുല്ലപ്പൂവ് മുടിയിൽ വെച്ചോ. ശ്യാമേ, വാതില് തുറക്കാൻ. ശ്യാമേ, ശ്യാമേ, ദേ ഇനിയും വാതില് തുറന്നില്ലാന്നുണ്ടെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാൻ. വാതില് തുറക്കാൻ, വാതില് തുറക്ക്. ശ്യാമേ, രോഹിത്തെ ചവിട്ടി തുറക്കടാ. സത്യമേ, ഞാൻ ഇവിടെ പാടാ. നിന്നോടല്ലേ പറഞ്ഞത്? ചവിട്ടി തുറക്കാൻ. പ്രശ്നമാണെന്നാ തോന്നുന്നു. ഇറങ്ങ. പെണ്ണുചേട്ടൻ എവിടെ വന്നിക്കണേ? വിഷ്ണുമോനെ സത്യാമ്മ അന്വേഷിച്ചോണ്ടിരിക്കുക. ആ, അതെ, സത്യാമ്മ നിങ്ങളെ കാത്തു നിൽക്കുക, മുകളിലുണ്ട്. പോവാം.
സത്യാമ്മേ, രണ്ടാളും വന്നിട്ടുണ്ട്. ഇങ്ങ് വാ. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അത് മാം ഞാൻ വിശദീകരണം ഒന്നും വേണ്ട. നീയും അതിന് കൂട്ടുനിന്നു അല്ലേ? ശ്യാമയെ സംബന്ധിച്ച കാര്യമായിട്ടും നിങ്ങൾ എന്തിനാ എന്നോട് മറച്ചു വെച്ചേന്ന്? വിഷ്ണുട്ടാ, നിങ്ങൾ വരാൻ താമസിക്കുന്ന എന്താന്ന് അമ്മ ആവർത്തിച്ച് ചോദിച്ചപ്പോ എനിക്ക് സത്യം പറയേണ്ടി വന്നു. മാം ഞാനെല്ലാം പറയാം. അത് മാം ഞാൻ ശാരദാമ്മ വന്നത് നന്നായി. ഒരു തറവാടിത്തമുണ്ട് ഒരുക്കത്തില്. അല്ല, നിങ്ങൾ ഈ സമയത്ത് എവിടെ പോയിരുന്നു? അതിനവരെ ശകാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പൂജയ്ക്ക് പൂക്കൾ വാങ്ങാൻ പോയെന്നാ ഇവൻ എന്നോട് പറഞ്ഞത്. പക്ഷേ പ്രീതിയോട് ചോദിച്ചപ്പോഴല്ലേ എല്ലാം കള്ളമായിരുന്നു എന്ന് മനസ്സിലായത്. ഇവരെ അമ്പലത്തിൽ പോയതായിരുന്നു ശാരദാമ്മേ. ശ്യാമയുടെ പേരില് ദോഷപരിഹാര പൂജയും ശത്രുസംഹാര പൂജയും നടത്താൻ വേണ്ടി. ദാമ്പത്യ പൂജ നടത്തുമ്പോ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതില്ല. ആ, എന്നാ വാ, നമുക്ക് താഴേക്ക് പോവാം. മുഹൂർത്തമായി, എല്ലാരും കാത്തിരിക്കുക. വാടാ, വാ. അയ്യോ, മോള് ഉണർന്നു തോന്നുന്നു. ഞാൻ അവളെ എടുത്തോണ്ട് വരാം. വിഷ്ണു, ആ താഴേക്ക് വാ. ആമ വാ മോളെ. പുതുപ്പെണ്ണ് കൊള്ളാല്ലേ? നമുക്ക് തുടങ്ങാൻ തിരുമേനി. ആയിക്കോട്ടെ. അമ്മേ, അമ്മ വന്നേ.
ഗജാനനം ഭൂതന അതിശൈവിജന്ത സാരപക്ഷേ വാസുഭ ശോഭ വിനാശകാരണം നമാമി വിഘ്നേശ്വര ബാബായേ നമഃ. എന്താ അമ്മ ഇത്? ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. അത് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഞാനും ഗോപാലേട്ടനും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മോളെ, നീ എന്താ ഈ സമയത്ത്? മോളെ മോളെ എന്താടി? അമ്മ, എന്നെ ഇനി അങ്ങോട്ട് വിടല്ലേ അമ്മ. ഞാനിവിടെ താമസിച്ചോളാം. മോളെ, അത് അമ്മ, എന്നെ ഇനി അങ്ങോട്ട് വിടില്ല എന്ന് പറ. മോള് വാ. രാത്രി ഇവിടുന്ന് ആരും കാണാതെ അവൾ എങ്ങനെ ഇറങ്ങി അവിടെ എങ്ങനെ എത്തിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഹോ, എന്തായാലും ദൈവം തുണയായി. മോളെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് ഒരേ കരച്ചിലായിരുന്നു. അതിനു മാത്രം പ്രശ്നം എന്താന്ന് ഞാനും അച്ഛനും തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് ഒന്നും പറയാനില്ല. ഒരേ പല്ലവി തന്നെ. രോഹിത്തിനെ കൊണ്ട് അവക്ക് ഒരു ശല്യമില്ലമ്മ. അവള് രോഹിത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. അതെനിക്കറിയാലോ. ശാരദമ്മ, ശ്യാമ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അമ്മ അറിയാതിരിക്കാൻ ശാലിനി ഒരുപാട് പണിപ്പെടുന്നുണ്ട്. അതും എന്റെ മനസ്സിലുണ്ട്. ഇന്ന് ദാമ്പത്യ പൂജയല്ലേ? ആ സമയത്ത് ശ്യാമ എവിടെ കാണാതെ വന്നാൽ ഇവളുടെ ജീവിതം കൂടെ അപകടത്തിലാവുമല്ലോ എന്നായിരുന്നു എന്റെ പേടി. എന്റെ രണ്ടു മക്കളും പെരുവഴിയിലാവില്ലേ? ഞാനും അച്ഛനും കൂടെ ഒരു രാത്രി മുഴുവനും എടുത്തു അവളെ ഒന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ ചത്തു കളയുന്നു വരെ അവള് പറഞ്ഞു. പിന്നെ നിന്റെ കുഞ്ഞേച്ചിയുടെ താലി കൂടി നിനക്ക് പൊട്ടിക്കണോന്നുള്ള ചോദ്യത്തിലാ അവള് കുറച്ചൊന്ന് അടങ്ങിയത്. അപ്പൊ അവള് പൂർണ്ണ മനസ്സോടെ അല്ല പൂജയ്ക്ക് വന്നിരിക്കുന്നത്. അതെ. ഇവിടെ എത്തിയിട്ട് സത്യാമ്മയെ കാണാതെ അവളെ മുറിയിലെത്തിക്കാൻ കുറച്ച് പാടുവിട്ടു. പിൻവാതിലൂടെ രോഹിത അവളെ മുറിയിലെത്തിച്ചത്. മുൻവാതിലൂടെ വന്ന ഞാൻ ശ്യാമയെ ഒരുക്കാനെന്നും പറഞ്ഞ റൂമിൽ കയറിയത്. നെഞ്ചിൽ തീയുമായിട്ട് നിൽക്കുമായിരുന്നു രോഹിത്തും പ്രീതിയും. രണ്ടാൾക്കും അപ്പോഴാ ഒന്ന് മനസ്സമാധാനമായത്. ഇവിടെ വന്നിട്ടും ശ്യാമ കുറച്ച് ബലം പിടുത്തമൊക്കെ നടത്തി. കുറെ പാടുപെട്ടിട്ടാ ഒക്കെ ഇതുവരെ ഒന്ന് കൊണ്ടെത്തിച്ചത്.
എന്തായാലും ഇതുവരെ എത്തിയില്ലേ. ഇനിയിപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മോളെ, സത്യാമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്നാ? ഇതുവരെ ഒന്നും ഇല്ലല്ലോ, ഇനി ഉണ്ടാവാതെ നോക്കാം. വിഷ്ണുട്ടാ, നമ്മൾ മാറി നിന്നാ സംശയം തോന്നും. വാ. മഹാദേവായ വാസുദേവായ ഈശ്വരായ. അപ്പോ പ്രധാന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അല്ല, ശാരദാമ്മ ശാലിനിയൊക്കെ എവിടെ? അവരൊക്കെ വരുന്നുണ്ടല്ലോ. തുടങ്ങാൻ തിരുമേനി. ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം പ്രശാന്തേഹി ച പാർവതി മാതാ ച പാർവതി ദേവി പിതൃദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്തം ച സുദേശോ ഗുണത്രയം സുദേശോ ഗുണത്രയം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇത് ഭാര്യ ഭർത്താക്കന്മാരെടുത്ത് കയ്യിൽ ബന്ധിച്ചോളൂ. ശ്യാമേ, അങ്ങനെയല്ല. ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും കയ്യിൽ കെട്ടണം. ശ്യാമേ, എടുക്ക്. ശ്യാമേ, മോളെ പ്ലീസ് എടുക്ക്. രോഹിത്, രോഹിത് കൈ നീട്ടിക്കൊടുക്ക്. മോളെ കെട്ട. ഷമേ പ്ലീസ് കെട്ട. ഇതെന്താ ആനെ കൊണ്ട് തടി പിടിപ്പിക്കുവാണോ? അല്ല, അത് പിന്നെ അവക്ക് ചടങ്ങുകൾ അറിയില്ലല്ലോ, അതുകൊണ്ടാ.